സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി സാമുദായിക നേതാക്കളിലേക്ക് കുറച്ച് പ്രീണനവും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വളർച്ചയില് നായർ മുതൽ നമ്പൂതിരി വരെ എന്നുള്ളൊരു സമവാക്യം മാറിക്കൊണ്ട് നായർ മുതൽ നസ്രാണി വരെ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കണ്ടു. ഈ ഒരു വിഷയത്തെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം നായർ മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് ക്ലച്ച് പിടിച്ചില്ല. പിടിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുമായിരുന്നു. നായരും നമ്പൂതിരിയും കൂടി നായാടിയും നമ്പൂതിരിയും കൂടി ഇന്ന് ഒരുമിച്ച് ഒരു മേശയുടെ അപ്പുറം ആഹാരം കഴിക്കില്ല. അതാണ് ഇന്നത്തെ വസ്തുത. നമ്മൾ നോക്കണം, കൂടൽമാണിക്യ ക്ഷേത്രത്തില് ഈഴവൻ ജാതി വ്യവസ്ഥയിൽ നായാടിയേക്കാൾ കുറെ കൂടെ മുകളിലുള്ള ഒരാളാണ് ഈഴവൻ. ആ ഈഴവൻ ഒരു കഴകം ആക്കി വെച്ചപ്പോ തന്ത്രികളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. ഇവിടെ ഈഴവനൊക്കെ അങ്ങനെ കഴകം പണിക്ക് ഒക്കില്ല എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ആരും അതിനോട് പ്രതികരിച്ചില്ല. ഈ SNDP യോഗം ഈ വെള്ളാപ്പള്ളി നടേശന് പ്രതികരിച്ച് കണ്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ നസ്രാണിയെ കൂടെ കൂട്ടുന്നത്. ഇതിന്റെ ഒരു ക്ലിയർ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ RSSന്റെ ഒരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവർ ഇന്റേണൽ എനിമീസ് എന്ന് പറയുന്നത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. അപ്പൊ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം, ഒരു മതമല്ല, ഒരു പൊളിറ്റിക്കൽ തോട്ടാണ്. എന്തുകൊണ്ട് അതിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അശരണരായിരിക്കും, ദുർബല വിഭാഗമായിരിക്കും. അത് സോവിയറ്റ് യൂണിയനിൽ 1970 റവല്യൂഷൻ വരുന്നതിന് 11-18 വർഷത്തിന് മുമ്പ് വിവേകാനന്ദൻ പറയുന്നുണ്ട്, ദ റൂൾ ഓഫ് ശൂദ്രാസ് വിൽ കം. ആ ശൂദ്രാസ് എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ പുറകിൽ നടക്കുന്ന ശൂദ്രനല്ല, സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ ശൂദ്രനായിരിക്കുന്നത്. അപ്പം ആ ശൂദ്രന്റെ ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ആയിരിക്കും വരുന്നുള്ളതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിക്ലെയർ ചെയ്യുന്നത് ശത്രുവായിട്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദു വിഭാഗത്തിൽ ഈ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ, ആ വിഭാഗമാണ് കൺവേർട്ട് ചെയ്ത് പോകുന്നത് എപ്പോഴും എല്ലായിടത്തും. അതുകൊണ്ട് അവരാണ് അങ്ങനെ പണ്ട് ബുദ്ധിസം വന്നപ്പോൾ കൺവേർട്ട് ചെയ്ത് പോയതുകൊണ്ടാണ്, ബുദ്ധിസത്തിലേക്ക് താഴ്ന്ന ജാതിക്കാർ പോയതുകൊണ്ടാണ് അന്ന് ഈ ബ്രാഹ്മണ്യം തകർന്നു പോയത് ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ബ്രാഹ്മണ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരാകുന്നത് ഒരു പക്ഷേ ശൂദ്രർ ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ്. ശൂദ്രരും ദളിതരും ഹിന്ദു മതം എന്ന് പറയുന്ന ഇതിൽ നിന്ന് ശൂദ്രരും ദളിതരും പോവുകയാണ്. ഈ സാധനം മൂക്ക് കുത്തി താഴെ വീണ് പോകും. ഇവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ്യം നിലനിർത്തുന്നതിന് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജാതി വ്യവസ്ഥ ഒരു പിരമിഡിക്കലായിട്ട് എഴുതുകയാണ്, അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഫ്രോം ദ ശൂദ്രാസ് ആൻഡ് ദളിത്, ആ വിഭാഗങ്ങളെല്ലാം അവരെ പിടിച്ചു നിർത്താനുള്ള പല പല തന്ത്രങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് നായാടി മുതൽ നമ്പൂരി വരെ. അതിപ്പം മാറ്റി നായാടി മുതൽ നസ്രാണി വരെ വരുന്ന വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം പിന്നെ ഒറ്റയെറിഞ്ഞെടുത്താൽ മതി. മുസ്ലിങ്ങളെ അതൊരു സുപ്രമസി കേരളത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നസ്രാണി മാത്രമല്ല, ആ നസ്രാണി ഇവർ കൊന്നു തിന്നും. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇയാള് പറയുന്നത്, വെള്ളാപ്പള്ളി പറയുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു, അതുകൊണ്ടാണ് പുള്ളി ഇത്തരം ഒരു ആശയം വെക്കുന്നത്. പല ക്രിസ്ത്യൻ സമുദായ നേതാക്കളും അത് വ്യക്തിപരമായി സമ്മതിച്ചിട്ടുണ്ട് അത്രേ പുള്ളിയോടത്. ചില അനൗപചാരിക ചർച്ചകളും നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. വാർത്തയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബന്ധപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്നു, പക്ഷെ ഈ നീക്കവുമായി മുന്നോട്ട് പോകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പക്ഷേ NSS നേതൃത്വം എന്ത് പറ്റി? ക്രിസ്ത്യൻ നേതൃത്വവും ഇതിനോട് അകലം പാലിച്ചു. നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന ആശയം തന്നെ മുസ്ലിം സമുദായത്തെ മാത്രം ഒതുക്കുന്നതിന് തുല്യമാണെന്നാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. അതേസമയം സീറോ മലബാർ കത്തോലിക്ക സഭയ്ക്ക് സംശയമുണ്ട്. അവർ പറയുന്ന നടേശന്റെ ആശയം ഞങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല. 55 ലക്ഷത്തോളം വരുന്ന സഭയിലെ ഒരു മുതിർന്ന അംഗമാണ് ഇത് പറയുന്നത്. അവർ പറഞ്ഞ കാര്യം എന്താണ്? നടേശന് സത്യസന്ധതയില്ല, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വഞ്ചിക്കുന്നതായി അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വഞ്ചിക്കുന്നു എന്ന് അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു. ഇപ്പം ആ ഹിന്ദുക്കളോടൊപ്പം ക്രിസ്ത്യാനികളും കൂടെ ചേർന്ന് മുസ്ലിങ്ങിനെതിരെ നിൽക്കാനായി പറയുന്നത്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്, കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. പുള്ളി ചോദിക്കുന്ന മലബാറിന് പുറത്തും കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും. പക്ഷെ നിങ്ങൾ നോക്കുക, 6ാം തെരഞ്ഞെടുപ്പിലും അസംബ്ലിയിലും 7ാമത്തെ അസംബ്ലിയിലും ഞാൻ തിരുവനന്തപുരം വെസ്റ്റിലെ ഒരു വോട്ടറാണ്. തിരുവനന്തപുരം വെസ്റ്റിലെ വോട്ടറിൽ അന്ന് 6ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 7ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം വെസ്റ്റിന്റെ MLA എന്ന് പറയുന്നത്
PA മുഹമ്മദ് കണ്ണൻ എന്ന് പറഞ്ഞ IUML സ്ഥാനാർത്ഥിയാണ്. അപ്പൊ കൊച്ചിയിലേക്കല്ല, തിരുവനന്തപുരത്തേക്കും IUML സ്ഥാനാർത്ഥികൾ വന്നിരുന്നു, വിജയിച്ചിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോക്കേണ്ട 1992 ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഇന്ത്യയില് സാമുദായികപരമായിട്ട് ലഹള ഉണ്ടാകാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നല്ല ഭൂരിപക്ഷമുണ്ട്, നല്ല ജനസംഖ്യയുണ്ട് മുസ്ലിങ്ങൾക്ക്. അന്ന് അതിനെ തടഞ്ഞു നിർത്തിയത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ്. അല്ലെങ്കിൽ ഇവിടെയും കുറെ വർഗീയ ലഹളയൊക്കെ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അവർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് IUMLന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇതിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്താണ്? ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതികരണം കുറഞ്ഞുപോയി IUML. അപ്പം ഇവിടുത്തെ മുസ്ലിം ലീഗുകാര് അല്ലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത്, വലിയ തമാശയുള്ളത്, മുസ്ലിം സമുദായം ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇപ്പൊ 69 വർഷമാകുന്നു കേരളം ഉണ്ടായിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു കണക്ക് നോക്കാം. ഹിന്ദുസിൽ നായന്മാരും മേനന്മാരും കൂടെ ചേർന്നത്, ഈഴവര്, ബ്രാഹ്മിൻസ്, ഇവര് 3 പേരുമാണ് മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അതിൽ നായരും മേനോനും കൂടെ ചേർന്ന് വരുന്നത് 15% കേരള ജനസംഖ്യയുടെ. അവര് 30 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു 69 വർഷത്തിൽ. ഈഴവര് 25% ഉണ്ട്, അവർ 17 വർഷം മുഖ്യമന്ത്രിയായിരുന്നു ഈഴവ സമുദായത്തിൽ നിന്ന്. ബ്രാഹ്മൺ 1.5% ഉള്ളൂ, അവർ 4 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ബ്രാഹ്മണ സമുദായത്തിൽ, 2 പ്രാവശ്യമായിട്ട് EMS. അങ്ങനെ ഹിന്ദുസ് മാത്രമായിട്ട് നായരും ഈഴവരും ബ്രാഹ്മണും എടുക്കുകയാണെങ്കിൽ 69 വർഷത്തില് 51 വർഷം ഈ 3 നായരും ഈഴവരും ബ്രാഹ്മണ, അതായത് ഹിന്ദുക്കളുടെ മുഖ്യമന്ത്രിയായിരുന്നു 51 വർഷം, അതായത് 73%. 69 വർഷത്തിന്റെ 73% സമയത്തും ഹിന്ദുക്കളായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിമാര്. ഇനി രണ്ടാമത് ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറഞ്ഞാൽ 19% കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്നത്. അവര് 13 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നു ആ വിഭാഗത്തിൽ നിന്ന്. അതായത് ആകെയുള്ള 69 വർഷത്തിന്റെ 18% ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരായിരുന്നു. മുസ്ലിങ്ങൾ കേരളത്തിൽ 26.6% ഉണ്ട്. അതായത് ഈഴവർ 25% ഉള്ളൂ, അവർ 17 വർഷം മുഖ്യമന്ത്രിമാരായിരുന്നു ഈഴവ വിഭാഗത്തിൽ നിന്ന് മാത്രം. പക്ഷെ മുസ്ലിങ്ങൾ 26.6% ഉണ്ട്. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് എത്ര 50 ദിവസമാണ്. 50 ദിവസം. ഒക്ടോബർ 12, 1979 മുതൽ ഡിസംബർ 1, 1979 വരെ CH മുഹമ്മദ് കോയ. അവര് ആകെ ഉള്ള 69 വർഷത്തിന്റെ 0.19% സമയമാണ് അവർ മുഖ്യമന്ത്രിയായിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന്. 50 ദിവസം. ഇതാണ് വസ്തുത. കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. വെള്ളാപ്പള്ളി ഒരുപക്ഷെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഠിത്തം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ കൂടെയുള്ള കുറെ മനുഷ്യരില്ലേ, അവർ കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ കേരളം നമ്മളൊന്നും നോക്കത്തില്ലേ, കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിമാരായിരുന്നു? മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്ന് വെള്ളാപ്പള്ളി പറയുമ്പം 17% ഈഴവർക്ക് 25% ഈഴവർക്ക് 17 വർഷം മുഖ്യമന്ത്രി ആകാമെങ്കിൽ 26.6% മുസ്ലിങ്ങൾക്ക് ആയിക്കൂടെ മുഖ്യമന്ത്രിയായ ഇവിടെ കേരളം എന്ത് ഇടിഞ്ഞു വീഴുവോ? ഈഴവർ മുഖ്യമന്ത്രിയായപ്പോൾ ഇടിഞ്ഞു വീണില്ലല്ലോ. നായരും മേനോനും മുഖ്യമന്ത്രിയായപ്പോൾ 30 വർഷത്തോളം ഇടിഞ്ഞു വീണില്ലല്ലോ. ബ്രാഹ്മണൻ 4 വർഷം മുഖ്യമന്ത്രിയായപ്പോൾ ഇടിഞ്ഞു വീണില്ലല്ലോ. 13 വർഷം ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായപ്പോൾ ഇടിഞ്ഞു വീണില്ലല്ലോ. ഇനി 50 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ കേരളം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അങ്ങ് ഇടിഞ്ഞു വീണോട്ടെന്നെ. വെള്ളാപ്പള്ളി കരുതുന്ന കേരളമൊന്നും അല്ല. വെള്ളാപ്പള്ളിക്ക് കേരളത്തെ അറിയത്തില്ല, വെള്ളാപ്പള്ളിക്ക് ആ സമുദായത്തെ അറിയത്തില്ല. ഇനി അത് എന്തുകൊണ്ടെന്ന് പറയുന്നത്, വെള്ളാപ്പള്ളിക്ക് വേറെ 89 വയസ്സോ 90 വയസ്സോട്ടായി. ഞാൻ 2-3 ഇൻസിഡൻസാ പറഞ്ഞത്. വെള്ളാപ്പള്ളി ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് 1936 ക്ഷേത്ര പ്രവേശന വിളംബരം കേരളത്തില്. അതായത് വെള്ളാപ്പള്ളിയുടെ സമുദായ ഈഴവർക്ക് ഹിന്ദു ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് ഉത്തരവ് അവർക്കുൾപ്പെടെ. വെള്ളാപ്പള്ളി പ്രസിഡന്റായ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിനകത്ത് പോലും വെള്ളാപ്പള്ളിയുടെ പിതാവിനോ കുടുംബത്തിലെ ആർക്കെങ്കിലും അന്ന് കയറാൻ ഒക്കില്ലായിരുന്നു, വെള്ളാപ്പള്ളി ജനിക്കുന്നതിന് മുമ്പ്, ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ്. ഇതൊരു യാഥാർത്ഥ്യം. ഇനി വെള്ളാപ്പള്ളി ജനിക്കുന്നതിന് 11 വർഷം മുമ്പാണ് വെള്ളാപ്പള്ളി ജനിച്ച ചേർത്തലയിൽ നിന്ന്
24 കിലോമീറ്റർ ദൂരം മാത്രമുള്ള വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ കൂടെ പോകാൻ വെള്ളാപ്പള്ളി ഉൾപ്പെടെ സമുദായം, ഈഴവ സമുദായർക്കും അതിന് താഴെയുള്ളവർക്കും അനുവാദം കിട്ടുന്നത്. അതിനു മുമ്പ് ഇല്ലായിരുന്നു. 1934 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 89 വർഷങ്ങൾക്ക് ശേഷം, അത് 2025 34 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഈഴവ സമുദായത്തിൽ ഒരാൾക്ക് കഴകം പണി ചെയ്യാനത് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തന്ത്രികൾ തടസ്സം നിന്നു. ഈ കൂടൽമാണിക്യത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. 1934 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായപ്പോൾ അതിനെ എതിർത്തതാണ് കൂടൽമാണിക്യ ക്ഷേത്രം, അവിടെ തന്ത്രികളും പൂജാരികളും. ഈ ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവിടെ ഈഴവരെ കഴകത്തിന് എടുക്കുന്നില്ല എന്ന് പറയുമ്പം മലബാറിൽ ഞങ്ങൾക്ക് സ്കൂളില്ല എന്ന് പറഞ്ഞു പോകുന്ന വെള്ളാപ്പള്ളി SNDP പ്രവർത്തകർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ തന്ത്രിമാരെ വലിച്ച് ക്ഷേത്രത്തിന് പുറത്തെടുത്ത് എറിയണ്ടായിരുന്നോ? ഇയാൾ എവിടെ പോയിരുന്നു? അപ്പൊ ഇനി 1888 വെള്ളാപ്പള്ളി ജനിക്കുന്നതിന് 48 വർഷം മുമ്പ് നാരായണ ഗുരു അരുവിപ്പുറത്ത് ഈഴവശിവനെ പ്രതിഷ്ഠിച്ചത്. ഈഴവശിവനെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പം ബ്രാഹ്മണർ ചെയ്യുന്ന, തന്ത്രികൾ ചെയ്യുന്ന തന്ത്രികൾക്ക് മാത്രം അവകാശപ്പെട്ട പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന പ്രോസസ്സിനെ എടുത്ത് കളയുന്നു, ബ്രാഹ്മണ്യത്തെ വലിച്ചു ദൂരെ എറിയുന്നു. എന്നിട്ട് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു മനുഷ്യൻ നാരായണ ഗുരു. ആ നാരായണ ഗുരു അന്ന് ചെയ്ത അതാണ്. 148 വർഷങ്ങൾക്ക് ഇപ്പുറം നാരായണ ഗുരു അന്ന് പ്രതിഷ്ഠിച്ചതിന് 148 വർഷങ്ങൾ. ഇപ്പം നമ്മൾ 2025 നമ്മൾ നോക്കിയാൽ SNDPയുടെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണർ പൂജാരികളായി പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? അതാണ് 1888 ബ്രാഹ്മണ്യത്തിനെതിരെ ഓപ്പൺ ആയിട്ട് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ഇത് ഈഴവ ശിവനാണ് എന്ന് പ്രതിഷ്ഠിക്കുന്നു. ആ ആളുടെ സമുദായത്തിന്റെ, ആ ആള് നേതൃത്വം കൊടുത്ത സമുദായത്തിന്റെ ഇന്നത്തെ നേതാവ് ഈ 148 വർഷങ്ങൾക്ക് ശേഷം ആ SNDPയുടെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണരെ പൂജാരിക്ക് വയ്ക്കുന്നു എന്ന് പറയുമ്പം ഇതാണ് യഥാർത്ഥ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഈഴവർക്ക് വേണ്ടി നടത്തിയ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഇതാണ് എന്ന് നമ്മൾ കാണേണ്ടത്. അതായത് നമ്പൂതിരി ബ്രാഹ്മണരുടെയും നായർ പ്രമാണിമാരുടെയും അവഹേളനത്തിനെതിരെ അവകാശ സമരം നടത്തി വിജയിച്ച ഈഴവ സമുദായത്തിലെ നാരായണ ഗുരു ഉൾപ്പെടെയുള്ള മുൻ തലമുറക്കാരുടെ ആത്മാവിലേക്ക് കാർക്കിച്ചു തുപ്പിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ബ്രാഹ്മണ്യത്തിന്റെ വിസർജനം ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് ഈ വെള്ളാപ്പള്ളി. അപ്പൊ ഇയാൾ മുസ്ലിങ്ങൾക്കെതിരെ ഇത്രയും ഉറച്ചു പറയുമ്പോ ഇതൊന്നും ആരും വില കൊടുക്കില്ല. ഇയാൾക്ക് വേറെന്തോ കാൽക്കുലേഷൻസ് ഉണ്ട്. അല്ല, ഉറപ്പായിട്ടും സാർ, മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഒരിക്കലും മതത്തിന്റെ പരിഗണനയിലല്ലല്ലോ വരേണ്ടത്. ഇന്ത്യ ഭരിച്ചിട്ടുള്ള രാഷ്ട്രപതി പോലും APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു. അബ്ദുൽ കലാമിന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അബ്ദുൽ കലാമിന് അന്ന് പറഞ്ഞു ഹി വാസ് ആൻ അയ്യറൈസ്ഡ് മുസ്ലിം എന്നാണ് കേട്ടോ. നിങ്ങൾ അന്നത്തെ പത്രവാർത്ത നോക്കിയാൽ പറയും അദ്ദേഹം വീണ വായിക്കും. പിന്നെ അരബിന്ദോയുടെ സാവിത്രി എന്ന ബുക്ക് അദ്ദേഹം വായിക്കുന്നു. അരബിന്ദോയുടെ സാവിത്രി വായിച്ചിട്ടുണ്ടോ? അരവിന്ദ മഹർഷിയുടെ? ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വായിച്ചിട്ടുള്ള പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും. വീണ വായിക്കുന്നതും സാവിത്രി വായിക്കുന്നതും തമ്മിൽ ബന്ധം എന്താ? അയ്യറൈസ്ഡ് മുസ്ലിം എന്നാണ് പുള്ളി അന്ന് പറഞ്ഞിരുന്നത്. കാരണം വീണ വായിക്കുന്ന ആരാണ്? സരസ്വതിയുടെ അല്ലേ? മനസ്സിലായോ? സരസ്വതിയുടെ വീണ വായിക്കുകയും പിന്നെ സാവിത്രി വായിക്കുകയും ചെയ്യുന്ന ഒരാള്. അദ്ദേഹം RSSന്റെ ഓഫീസിൽ പോയിട്ട് അവരുടെ മഹത് കാര്യങ്ങളെ കുറിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി വളരെ ഒരു വിചിത്ര പോട്ടെ. അതായത് ഞാനൊരു ജസ്റ്റ് ഇത് പറയുന്നത്, പുള്ളിക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം PhDക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. പുള്ളി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. പുള്ളിക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലായിരുന്നു. പുള്ളിയുടെ PhD ഡോക്ടർ APJ എന്ന് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജയലളിതയ്ക്കും MGRനും കിട്ടിയപ്പോൾ ഡോക്ടറേറ്റ് ആണ്. അതും അലങ്കാരമായി വെച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനെ ഞാനൊരു വലിയൊരു ക്വാളിറ്റികളായിട്ട് കാണുന്നില്ല കേട്ടോ. പുള്ളി എന്ത് ചെയ്യും? നമ്മളിപ്പോ അതിലേക്ക് കടക്കാതെ തന്നെ നമ്മൾ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ വർഗീയത പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാര്. അല്ലാണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുന്നു, ഹിന്ദു മുഖ്യമന്ത്രിയാവുന്നു, മനുഷ്യനാണല്ലോ എല്ലാം. ഇയാള് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വോട്ട് മാറിക്കെടുക്കൂ? ഇയാളുടെ വീടിന്റെ അയൽവക്കത്തുള്ളവർ ഇയാൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ.
നമുക്കറിയില്ലേ വെള്ളാപ്പള്ളി ആരാണെന്ന്? വെള്ളാപ്പള്ളിയുടെ ചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കഥ നിൽക്കില്ല എന്നുള്ളത് കേരളത്തിലെ ഒരു ആൾക്കാർക്ക് അറിയാം. സുകുമാർ അഴീക്കോടൊക്കെ പണ്ട് പറഞ്ഞിട്ടില്ല, കള്ളു വിൽക്കുന്ന നാരായണ ഗുരു പറഞ്ഞതിന് മുഴുവൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന്. അതെ, മുഴുവൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാള്. പുള്ളിക്ക് പുള്ളിയുടേതായ കച്ചവട താല്പര്യം കാണാം, അതിനപ്പുറം ഒന്നുമില്ലാന്നേ. അതിനപ്പുറം ഒന്നുമില്ലാത്ത പുള്ളി നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെ പറഞ്ഞ ഹൂ കെയർസ് എ ബ്ലഡി ഡാം, ഹൂ കെയർസ് എ ബ്ലഡി ഡാം. എക്സാക്ട്ലി സർ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.